ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നടന്നത് സംഘടിതമായ നീക്കമാണെന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ഉന്നതർ അറിഞ്ഞുകൊണ്ടാണ് സ്വർണക്കൊള്ള നടന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ എൻ വാസുവായിരുന്നു എന്നതാണ് അന്വേഷണ പുരോഗതിയിലെ നിർണായകമായ കാര്യം. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം വാസുവിന്റെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. വാസു പറഞ്ഞത് അനുസരിച്ച് മഹസർ എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ 6ാം പ്രതിയുമായ മുരാരി ബാബു ആയിരുന്നു. പാളുകൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെയായിരുന്നുവെന്നും അപേക്ഷയിൽ വ്യക്തമാക്കുന്നു. എം പത്മകുമാർ പ്രസിഡന്റും ടി ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായ ബോർഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഈ 3 പേരും കേസിൽ 8ാം പ്രതികളാണ്. 2019 മാർച്ച് 19-നാണ് ചെമ്പാക്കി എഴുതണമെന്നുള്ള ശുപാർശ വാസു നൽകിയത്. 2018 ഫെബ്രുവരി 1 മുതൽ 2019 മാർച്ച് 31 വരെയാണ് വാസു കമ്മീഷണറായിരുന്നത്. കമ്മീഷണർ പദവിയിൽ തന്നെ അദ്ദേഹത്തിന്റെ 2ാം വരവായിരുന്നു അത്. 2010 നവംബർ 10 മുതൽ 2013 ഫെബ്രുവരി 15 വരെയാണ് ആദ്യം കമ്മീഷണറായിരുന്നത്. 2ാം തവണത്തെ വരവിലാണ് കട്ടിളപ്പാളിയുടെ തട്ടിപ്പിൽ പങ്കാളിയായതും. തന്റെ കാലാവധി അവസാനിക്കാൻ 12 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ചെമ്പാക്കാനുള്ള ശുപാർശ നൽകിയത്. കമ്മീഷണർ സ്ഥാനത്തുനിന്ന് ഇറങ്ങി 2.5 മാസം കഴിഞ്ഞപ്പോൾ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. കട്ടിളപ്പാളി കേസിലെ 5ാം പ്രതിയായി ഇപ്പോൾ റിമാൻഡിലുള്ള അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറാണ് ഈ സമയത്ത് വാസുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നത്. തട്ടിയ സ്വർണം കട്ടയാക്കി പോറ്റിക്ക് മുരാരി നൽകിയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 2019 മെയ് 18-നാണ് കട്ടിളപ്പാളികൾ ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൈമാറിയത്. വേർതിരിച്ച സ്വർണത്തിൽ കുറച്ചെടുത്ത് പാളികൾ പൂശി ബാക്കിയുള്ള സ്വർണം കട്ടയാക്കി അന്നത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൽ നിന്ന് പോറ്റി കൈപ്പറ്റിയെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. സ്വർണം മുരാരിയുടെ കൈവശം എങ്ങനെ എത്തി എന്നത് പറയുന്നില്ല. അത് കുറ്റപത്രത്തിൽ വരാനേ സാധ്യതയുള്ളൂ. വിശ്വാസവഞ്ചന നടത്തി സ്വർണം തട്ടിയ കേസിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാം പരസ്പരം സഹായികളും ഉത്സാഹികളുമായിരുന്നുവെന്ന് അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ട്. എൻ വാസുവും പത്മകുമാറും അടക്കമുള്ളവർ ഉത്സാഹികളായി ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ.